നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ഒരു വാഹന ഷോറൂമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഓട്ടോബാൻ മഹീന്ദ്രയാണ്. ഓട്ടോബാൻ മഹീന്ദ്രയുടെ ഈ ഷോറൂം നമ്മുടെ പാലാരിവട്ടത്ത് ബൈപ്പാസിലാണുള്ളത്. ഇതിപ്പോൾ വമ്പൻ ഒരു മാളിനുള്ളിലാണ്. അതായത് Q1 നിപ്പോൺ മാൾ എന്നാണ് ഈ മാളിൻ്റെ പേര്. ഒരു ബിസിനസ് പാർക്കാണ്. നമ്മുടെ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ മാളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഡീലർഷിപ്പും നിപ്പോൺ ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. ഓട്ടോബാൻ മഹീന്ദ്ര എന്നാണ് പേര്. അപ്പോൾ മഹീന്ദ്രയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണെന്ന് മാത്രമല്ല, ഏറ്റവും മനോഹരമായ ഷോറൂമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഈ ഒരു ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല, ഈ മാളും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഫീല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ മറ്റ് ഷോറൂമിനേക്കാളും കുറേ കൂടി മുകളിൽ നിൽക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ. കുറച്ച് 1-2 മാസങ്ങളേ ഉള്ളൂ ഈ ഒരു ഷോറൂം എത്തിയിട്ട്. ഇതിൻ്റെ സർവീസ് സെൻ്റർ ഇവിടെയല്ല, ചേരാനല്ലൂരാണ്. നമ്മൾ അവിടേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ, ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനം ഏതാണ്, എത്ര എണ്ണം വിൽക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതിനായിട്ട് എൻ്റെ കൂടെ ഉള്ളത് അരുൺ ജോർജ്, ഓട്ടോബാൻ മഹീന്ദ്രയുടെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ ഡിവിഷൻ്റെ GM ആണ്. അപ്പോൾ എത്ര കാലമായി അരുൺ തുറന്നിട്ട് ഇപ്പോൾ? ഇത് തുടങ്ങി ജനുവരി 15 സോഫ്റ്റ് ലോഞ്ച് ചെയ്തു. ഫെബ്രുവരി 15 ആയിരുന്നു ഒഫീഷ്യൽ ലോഞ്ച്. ഗ്രാൻഡ് സെറമണി ആയിരുന്നു. സാറൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഞാനൊന്നും സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്. നമ്മുടെ ഈ ബോംബെയിൽ ഡൽഹിയിലൊക്കെ ഉള്ള അല്ലെ, സാധാരണ പൊതുവെ അത്തരം സ്ഥലങ്ങളാണ് മാളുകളിൽ ഷോറൂം കാണുന്നത്. അപ്പോൾ ആ ഒരു സൈബർ പാർക്ക് ഇതാണല്ലോ, ബിസിനസ് പാർക്കാണ്. എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? നല്ല വാക്കിൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിപ്പോൺ ഫാമിലി എന്ന് വരുമ്പോഴത്തേക്കും സർവീസിന്റെ ഒരു അതില് നല്ലൊരു ഇതുണ്ട്, നമുക്കുണ്ട്. അതിന്റെ നല്ല രീതിയിൽ എൻക്വയറി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ നിപ്പോണിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നിപ്പോൺ പണ്ട് ഷെവർലെ തുടങ്ങിയതാണ്. പിന്നീട് ടൊയോട്ട, ഭാരത് ബെൻസ്, ഏതർ ഉൾപ്പെടെയുള്ള ധാരാളം, ടാറ്റ ഉൾപ്പെടെ ധാരാളം ഡീലർഷിപ്പുകളും സർവീസ് സെന്റേഴ്സൊക്കെ ഉണ്ട്. നിപ്പോണിന്റെ എല്ലാ കാലത്തും ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് സർവീസ് ക്വാളിറ്റിയാണ്. സെയിൽസിന്റെ ക്വാളിറ്റി വേറെ എങ്കിൽ പോലും സർവീസ് ക്വാളിറ്റി, ഏതൊരു സർവീസ് മോശമുള്ള ബ്രാൻഡാണെങ്കിലും നിപ്പോണിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ സർവീസ് ഗംഭീരമാകും. അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. എന്തായാലും വളരെ ഗംഭീരമായ ഒരു സർവീസ് സെൻ്ററാണ് ചേരാനല്ലൂരുള്ളത്. അതോടൊപ്പം തന്നെ ഈ മനോഹരമായ ഷോറൂമുണ്ട്. നമുക്കെന്നാൽ ഈ ഒച്ചപ്പാടും മുള്ള അകത്തേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും അതെയോ. അപ്പോൾ ഇതാണ് ഓട്ടോബാൻ മഹീന്ദ്രയുടെ ഷോറൂം. ഒരു വേൾഡ് ക്ലാസ് ഷോറൂം എന്ന് തന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ EVയും അതുപോലെ PV ഉണ്ട്, രണ്ടും ഉണ്ട്. സിവിന്റെ ഷോറൂം വരുന്നത് ദേശത്ത് വരുന്നത്. CVക്ക് ഉണ്ട്. CVക്ക് ഉണ്ട്. മൊത്തത്തിൽ മഹീന്ദ്ര കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ? ഇവിടെ കൂടുതൽ എത്ര % ഉണ്ടാവും ഈ EVകളുടെ ഒരു പെനിട്രേഷൻ ഇപ്പോൾ വിൽപ്പനയുടെ കാര്യത്തിൽ? നമ്മൾ കഴിഞ്ഞ മാസം 150 വെഹിക്കിൾസ് ചെയ്തതിൽ 30 വെഹിക്കിൾസ് ആണ് EV. അത്രയായി അല്ലേ? നല്ല രീതിയിൽ നമ്മളിതൊരു വേണമെങ്കിൽ സെക്കൻഡ് മന്തിലായിരിക്കും 30 റീറ്റെയിൽസിലേക്ക് എത്തിയത്. ശരി. എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ നമ്മൾ എന്തൊക്കെ EV എന്ന് പറഞ്ഞാലും താറാണ് അല്ലേ? മഹീന്ദ്ര എന്ന് പറയുന്നത് താറാണ് അല്ലേ? പിന്നെ ഇവിടുത്തെ ഒരു താർ റോക്സ് ആണ് ഇപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. പിൻഭാഗത്തേക്ക് ഇരിക്കാനുള്ള ഒരു ഫാമിലി പ്രിഫർ ചെയ്യുന്നത്, എസ്പെഷ്യലി ലേഡീസൊക്കെ ഒന്ന് വണ്ടി എടുക്കാൻ തുടങ്ങി. റോക്സ് ഓടിക്കുന്ന ധാരാളം ലേഡീസിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഷോറൂം? ഇത് ഓൾമോസ്റ്റ് ഒരു 3500 ഉണ്ടല്ലോ. അത് ഈ ടൗണിൽ നടുക്കൊരു 3500 മോശമല്ല. ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, വളരെ പ്രീമിയം വാഹന നിർമ്മാതാക്കളുടെയൊക്കെ ഷോറൂമിൽ കാണുന്ന പോലെയുള്ള സ്ക്രീനുകളും അതൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇംഗ്ലോ പ്ലാറ്റ്ഫോം, ഡാവിഞ്ചി സസ്പെൻഷൻ. ഡാവിഞ്ചി സസ്പെൻഷൻ നമ്മൾ അടുത്ത കാലത്ത് നന്നായിട്ട് ഞാനും ശ്യാമും കൂടി നമ്മൾ 7X ഡ്രൈവിന് പോയപ്പോൾ നമ്മൾ ജയ്സാൽമീർ ടു ജോധ്പൂർ ഡ്രൈവ് ചെയ്തു. കണ്ടില്ലേ? ശരിക്കും എന്തൊരു ഹാൻഡ്ലിങ്ങും ഗംഭീരമായിട്ടുണ്ട് ആ ഒരു സംഭവം. അപ്പോൾ ഇവിടെ ഇത് ഇംഗ്ലോ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഒറിജിൻ ആർക്കിടെക്ചറാണ്. അതിലാണ് ഇവരുടെ EVകളെല്ലാം വരുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാസഞ്ചർ വെഹിക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഇപ്പോഴും താറാണോ? താർ റോക്സ് ഉണ്ട്. പിന്നെ താർ റോക്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ 7X വരുന്നുണ്ട്. 7X സപ്ലൈസ് ആണെന്ന് അറിയാം, കുറച്ച് വെയിറ്റിംഗ് പീരീഡുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് ലക്ഷറി X7L ശരിക്കും വെയിറ്റിംഗ് പീരീഡിലാണ്. ഓൾമോസ്റ്റ് 6 months വെയിറ്റിംഗ് വരുന്നുണ്ട്. താറ് വരുന്നുണ്ട്. താറ് 2-wheel ഡ്രൈവും ഡിമാൻഡ് ഉണ്ട്. സപ്ലൈ കുറച്ചൊരു കുറവാണല്ലേ? എന്തായാലും ഈ താർ, ഞാനിപ്പോൾ ഞങ്ങൾ നേരത്തെ പറയായിരുന്നു, താർ ഇറങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ ഒരേ ഡിമാൻഡ്. അതൊരു ഭയങ്കര അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ വലിയ രൂപമാറ്റം ഒന്നും സംഭവിച്ചിട്ടുമില്ല. അതൊക്കെ സംഭവം തന്നെയാണ്. ഇന്റീരിയറിൽ ചെറിയ ഇൻഫോർടൈൻമെന്റിലും ചെറിയ ബേസിക് രൂപം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ടാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ രാവിലെ എത്തിയതുള്ളൂ. ഇവിടെ സ്റ്റാഫൊക്കെ വരുന്നുള്ളൂ. നമ്മളെപ്പോഴും വെളുപ്പിന് തുടങ്ങുന്നതുകൊണ്ട് എല്ലാവരും വന്ന് കയറുന്നുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ? പിന്നെ നമുക്ക് 3XOയിൽ ഇപ്പം EV വന്നിട്ടുണ്ട്. അതുപോലെ ലേറ്റസ്റ്റ് ലോഞ്ച് ആണ്. വണ്ടി ഉണ്ട്. നമ്മളത് ചെയ്തു. നമ്മളതിൻ്റെ ഡ്രൈവ് ചെയ്തിരുന്നു. അത് നല്ല റേഞ്ച് ഉണ്ട് അല്ലേ?
കൊള്ളാം. അതിനെങ്ങനെ ഉണ്ട്? അത് ജനങ്ങൾ അറിഞ്ഞു വരുന്നോളം തോന്നുന്നല്ലേ? വണ്ടി നമുക്ക് കഴിഞ്ഞ മാസം 3 വണ്ടിയോളം സെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് അഗ്രസീവായിട്ട് മാർക്കറ്റിംഗ് നടക്കും. ശരി. അപ്പോൾ ഇവിടെ PVയും EV ഉള്ള സ്ഥിതിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ പിടിച്ചു പറയുന്നുണ്ടോ? ഇല്ല, പിടിച്ചോറിയില്ല. എല്ലാവരും പിള്ളേരെല്ലാം ഭയങ്കര ജോയിന്റ് എഫർട്ടാ. ആദ്യം PVക്ക് വന്ന ആളാണെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ EVയും കൂടെ പിച്ച് ചെയ്യും. അങ്ങനെ PVയിലേക്ക് വന്ന് EVയിലേക്ക് മാറുന്നവരുണ്ടോ? ആക്ച്വലി ഉണ്ട്. കാരണം നമുക്കൊരു ഓൾ ഇന്ത്യ റൈഡ് പ്ലാൻ ചെയ്ത കസ്റ്റമർ ഉണ്ട്, തൊടുപുഴക്കാരനാണ്. പുള്ളിക്ക് ശരിക്കും ഡാമേജ് സസ്പെൻഷൻ വേണം, 7XO എല്ലാം ബുക്ക് ചെയ്ത് 6 സീറ്റർ വേണം. 65 ഇയേഴ്സ് ഏജന്റ് ആൾക്ക്. വൺ മിസ്റ്റർ ജസ്റ്റിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഈ വണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വണ്ടി ഡിലേ ആണ്. അപ്പോൾ നേരെ ഇതിലേക്ക് പോയി, EVയിലേക്ക് പോയി. സസ്പെൻഷൻ എന്തായാലും പുള്ളി വിട്ടു വരാൻ. അപ്പോൾ ഇവിടെ ആക്സറീസിന്റെ ഇത് കോൺഫിഗറേറ്റർ ഉണ്ടല്ലേ? കോൺഫിഗറേറ്റർ. ഓ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ആക്സറി വേണമെന്ന് കസ്റ്റമേഴ്സിന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതൊന്ന് കാണിക്കാവോ? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8 വണ്ടിയാണ് ഷോറൂമിൽ ഡിസ്പ്ലേ ഉള്ളത്. അതിനകത്തൊരു 5 വണ്ടി PV, 3 വണ്ടി EV ആയിട്ടാണ്. അപ്പോൾ ബാക്കി വേരിയൻസിനെ പറ്റി അറിയണമെങ്കിൽ ഇവിടെ കോൺഫിഗറേറ്റർ നോക്കിയിട്ട് നമ്മൾ ഫീച്ചേഴ്സ് എല്ലാം. അപ്പോൾ എല്ലാ വേരിയൻസും ഒന്നും ഇടാൻ പറ്റില്ല, പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓരോ വേരിയൻസും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്കോർപ്പിയോയുടെ വേരിയൻസ് ആൻഡ് പ്രൈസിങ് ഇതാ ഇത്രയും വേരിയൻസ് ഉണ്ട്. ഡീസൽ, പെട്രോൾ, 6 സീറ്റർ, 7 സീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതാണ് നിങ്ങൾക്ക് വേണ്ട വേരിയന്റ്, എത്ര രൂപ വരെ നിങ്ങൾക്ക് മുടക്കാൻ പറ്റും, ഫീച്ചേഴ്സ് എല്ലാം അറിയാൻ പറ്റും. ഇത് 3Dയിലുണ്ടല്ലോ? 3Dയിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കാലം കഴിയുമ്പോൾ വണ്ടി ഡിസ്പ്ലേ ഇല്ലാതാവും അല്ലേ? ലണ്ടനിലെ മറ്റേ ഒരു ഓഡിയുടെ ഷോറൂമിൽ അങ്ങനെ ആയി എന്ന് പറയുന്നത് കിട്ടും. ഇപ്പം വണ്ടിയില്ല, എല്ലാം നമ്മൾ ഇതിൽ തന്നെ കോൺഫിഗർ ചെയ്ത് അവസാനം വേണമെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുതരും. അതുപോലെയൊക്കെ ആകേണ്ട ഒരു സമയമായി. അപ്പം ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഫാമിലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ടൈം യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് മോഡലാണെങ്കിലും മുഴുവൻ കാണാൻ സാധിക്കും. സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ്, കളേഴ്സ്. ഇതാ ബ്ലാക്കായി, ബ്ലൂ ആയി, അങ്ങനെ എല്ലാം കാണാൻ പറ്റും. ഇത് നല്ല ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നല്ല ഫാസ്റ്റുമാണ് അല്ലേ? പെട്ടെന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി ഇവിടെ എല്ലാ കാലത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര അഡ്വാൻസ്. ടെക് മഹീന്ദ്ര കയ്യിലുള്ള കമ്പനിയല്ലേ, നോക്കണം. അതുപോലെ അലോയ് വീലുകൾ, ആക്സസറീസ്. എനിക്ക് തോന്നുന്നു താറിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്സസറീസ് അല്ലേ? ആക്സസറീസ് ഉണ്ട്. ഇവിടെ അമിതമായിട്ട് പോലും ചെയ്യുന്നുണ്ടെന്നാണ് MPD പറയുന്നത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങള് പഞ്ചാബിൽ പോയപ്പോ എല്ലാം എന്തൊക്കെയാ, എല്ലാ വണ്ടിയുടെ ആക്സസറീസ് ഇടിച്ചു കയറി. അവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. താറിലൊക്കെ നമ്മള് അന്തം വിട്ടു ആക്സസറീസ് ഉണ്ട്. ടയറൊക്കെ വെളിയിലേക്ക് ഇത്രയും തള്ളി നിൽക്കുന്നു. ഇവിടെ ഉണ്ട് അത്യാവശ്യം. എന്നാലും ഇവിടെ ഇത്തിരി പേടിക്കണല്ലോ, അവിടെ അതില്ലല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങളും, ഈവൻ സ്പ്രേ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പൊതുവെ ഇപ്പം എല്ലാം മഹീന്ദ്രയുടെ ഏത് പൊതുവെ വണ്ടികളെല്ലാം തന്നെ ഫുൾ ഫ്ലെഷ്ഡ് വണ്ടികളാണ് അല്ലേ? ഒന്നുമില്ല ആക്സസറീസ് പോലും എക്സ്ട്രാ വേണ്ടാത്ത രീതിയിൽ സ്റ്റീരിയോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ബേസിക് ആയിട്ട് വണ്ടിയിൽ വരുന്നത്. പിന്നെ പറഞ്ഞ ചെറിയ ചെറിയ ഈ ക്ലാഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെ. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ PVയുടെ കാര്യത്തിലേക്ക് വന്നാൽ റെഡിലി അവൈലബിൾ അല്ലാത്ത കുറേ ബുക്കിംഗ് പീരീഡ് ഉള്ള വണ്ടികൾ ഏതാ? ഏറ്റവും കൂടുതൽ ഇപ്പോൾ 7XO വരുന്നുണ്ട്. 7XO ഏറ്റവും കൂടുതൽ 6 മന്ത്സോളം വെയിറ്റിംഗ് വരുന്നത്. പിന്നെ താർ റോക്സിൽ ഇപ്പോൾ സ്റ്റാർ എഡിഷൻ വരുന്നുണ്ട്. സ്റ്റാർ എഡിഷൻ നമുക്കൊരു 4 വീക്സും കൊണ്ട് ഏകദേശം അവൈലബിൾ ആവുന്നുണ്ട്. അതാണ് താർ റോക്സിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വേരിയന്റ്. സ്റ്റാറിൽ ഡീസൽ ഓട്ടോമാറ്റിക്കും പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ മാനുവലും. അത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് സാർ. അത് നമ്മുടെ ഡ്രൈവ് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് താമസം അല്ല? പിന്നെ താർ 2 ഡോർ നല്ല 2 ഡോറില്ല 2 വീൽ ഡ്രൈവ് നല്ല വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട്, കാരണം ഇത്ര സമയം എടുക്കും. എന്താണ് ഇപ്പം ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, നമ്മളൊരു പുതിയ സ്ഥാപനത്തിൽ ചെല്ലുമ്പം വേറെയും ഡീലർഷിപ്പുകൾ ഇവിടെയുണ്ട്. വൈ ഷുഡ് ഐ കം ടു ഓട്ടോബാൻ മഹീന്ദ്ര? എന്താണ് നിങ്ങൾ അധികമായിട്ട് ഞങ്ങൾക്ക് തരുന്ന കസ്റ്റമേഴ്സിന്? സാറിന് ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും, ബോത്ത് ഇൻ സെയിൽസ് ആൻഡ് സർവീസ്. ഒരു എന്താ പറയുക, ആ ഒരു സാർ ഇപ്പോൾ ഒരു ജ്വല്ലറിയിൽ കയറി ചെല്ലുന്ന ആ ഒരു ഫീൽ, എങ്ങനെയാണ് ഒരു പ്രീമിയം കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ആ എല്ലാ പ്രയോറിറ്റിയും സാറിന് ഡെഫിനറ്റ് ആയിട്ട് കിട്ടിയിരിക്കും. ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കിട്ടും അല്ലേ? സാധാരണ രീതിയിൽ ഇത് വിൽക്കുന്ന സമയത്ത് അതുണ്ട്, പിന്നെ സർവീസ് കിട്ടാറില്ല. പക്ഷെ നിപ്പോണിന്റെ കാര്യത്തിൽ എനിക്ക് ആ പേടിയില്ല. നമ്മൾ ആദ്യം തന്നെ സർവീസ് നടത്താം. അപ്പോൾ ഇനി ഓട്ടോബാൻ മഹീന്ദ്രയുടെ EVയുടെ GM രാകേഷാണ് എൻ്റെ കൂടെ. നമസ്കാരം രാകേഷ്. മോർണിംഗ് സർ. എനിക്ക് തോന്നുന്നു ഇവിടെ EVക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു 9S EV ആണ്. അങ്ങനെ നിങ്ങൾ ബലം പിടിച്ചിട്ടാണോ? ഇത് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമാണ് ആസ് പെർ മഹീന്ദ്ര. മഹീന്ദ്ര പറഞ്ഞ ഫസ്റ്റ് എൻട്രൻസിൽ വരുമ്പോൾ ഈ എൻട്രൻസ് സ്പേസിൽ ഫസ്റ്റ് EV ആണ് വരുന്നത്. അങ്ങനെയല്ലേ? അത് ശരി.
അതിന്റെ തൊട്ട് താഴെ ഇൻക്ലോ പ്ലാറ്റ്ഫോമിന്റെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അത് ഫുള്ള് ഇവിയുടെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ്. ഇവിടെ ഇവിയെ ഡിസ്പ്ലേ ചെയ്യാൻ പാടുള്ളൂ. ശരി. ആസ് പെർ മഹീന്ദ്ര പ്രോട്ടോകോൾ അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ രാകേഷ്, ഇപ്പോൾ ഇവിടെ ഈ സെയിൽസിലൊക്കെ എല്ലാം അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ എത്രത്തോളം ആൾക്കാർ EVയിലേക്ക് എത്തി? ഇപ്പോൾ നമുക്ക് ഇവിയുടെ അക്സെപ്റ്റൻസ് കൂടുതലാണ്. ആസ് കമ്പയറിംഗ് ടു പ്രീവിയസ് ഇയേഴ്സ് നമുക്ക് അക്സെപ്റ്റൻസ് കൂടുതലാണ്. ബിക്കോസ് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് EVയിൽ പണ്ട് എല്ലാവർക്കും ഒരു ചാർജിങ്ങിന്റെയും റേഞ്ചിന്റെയും ഇഷ്യൂസ് ആണ്. മഹേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 500+ റിയൽ ടൈം കസ്റ്റമർ റേഞ്ച് കിട്ടുന്നുണ്ട്. 600+ പറയുന്നുണ്ടെങ്കിലും നമുക്ക് 500+ റിയൽ ടൈം എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടുന്നുണ്ട്. പിന്നൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേന്ദ്ര ഈസ് ഓൺലി മാനുഫാക്ചർ വിച്ച് ഗിവ്സ് 15 ഇയർ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി. അത് കസ്റ്റമേഴ്സിന് കൂടുതലും ഒരു ഭയങ്കര ട്രസ്റ്റ് ഫാക്ടറാണ്. കസ്റ്റമേഴ്സ് ഹാസിൽ ഫ്രീ ആണ്. എല്ലാവർക്കും ഈ ബാറ്ററിയുടെ റേഞ്ചും ഇതൊക്കെയാണല്ലോ എല്ലാവർക്കും ഒരു കൺസേൺ വരുന്നത്. നമുക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് അതുകൊണ്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ മഹേന്ദ്രയ്ക്ക് മാത്രമാണ് ഇൻക്ലോ പ്ലാറ്റ്ഫോം ഉള്ളത്, ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം. ബാക്കി നമ്മൾ കമ്പയറിംഗ് വിത്ത് IC എൻജിൻസും വേറെ ഏത് ബ്രാൻഡാണെങ്കിലും, ഒരു ബ്രാൻഡിന്റെ പേരെടുത്ത് പറയുന്നില്ല, ഓരോ ബ്രാൻഡിലാണെങ്കിലും അവർക്ക് IC എൻജിനും ഉണ്ടാവും, EVയും ഉണ്ടാവും, ഇലക്ട്രിക് ബാറ്ററി ഇതും ഉണ്ടാവും. പക്ഷെ അതിന്റെ ഡ്രൈവ് പാറ്റേണും അതിന്റെ പെർഫോമൻസ് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഫ്രണ്ടിൽ എൻജിൻ വരുമ്പോൾ വെയിറ്റും ഗ്രാവിറ്റി എല്ലാം വ്യത്യാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ മഹേന്ദ്രയ്ക്ക് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കംഫർട്ട് വൈസ് ആണെങ്കിലും നമ്മുടെ സസ്പെൻഷൻ വൈസ് ആണെങ്കിലും എല്ലാം ഒരു പ്രീമിയം ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിന്റെ ഇന്റീരിയർ വൈസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും നമ്മുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി റേഞ്ച് കിട്ടുന്ന BYD ആണ് നമുക്ക് ഒഫീഷ്യലി നമുക്ക് സെൽസ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ റേഞ്ചും ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇവിടെ ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാം നമുക്ക്. ഇതാണ് ഇൻക്ലോ എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, മഹേന്ദ്രയ്ക്ക് മാത്രം വരുന്നത്. ഇതൊരു കോമ്പിനേഷൻ ഓഫ് 5 ഇതാണ്. ഒന്ന് 210 kW ബാറ്ററി, 500+ റിയൽ ടൈം റേഞ്ച്, പിന്നെ 14,577 hours ഓഫ് ബാറ്ററി. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ബാറ്ററി, പിന്നെ 10 meter റേഡിയസ്, പിന്നെ സസ്പെൻഷൻ. ഇതൊരു കോമ്പിനേഷനാണ്. നമ്മളെ സസ്പെൻഷന്റെയും ബാറ്ററിയുടെ എല്ലാത്തിന്റെയും ഫോട്ടോസ് ഉണ്ട് ഇവിടെ. ഈ വീഡിയോയിൽ തന്നെ കാണാൻ കണ്ടോ. ഇത് ശരിക്കും ഒരു പ്ലാറ്റ്ഫോമാണ് കാണിച്ചിരിക്കുന്നത്. പ്ലാറ്റ്ഫോം. പിന്നെ മഹേന്ദ്രയ്ക്ക് മാത്രമാണ് 7 seater ഇപ്പോൾ ഒരു EV 7 seater EV ഉള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്. നമുക്ക് അറൗണ്ട് ഒരു 35% നമുക്ക് നോർമൽ PV റേഞ്ചിൽ പാസഞ്ചർ കാറിൽ കമ്പയർ ചെയ്താൽ നമുക്ക് ബുക്കിംഗ്സും റീറ്റെയിൽസും വരുന്നുണ്ട്. ദാറ്റ് ടു വിത്ത് ഹൈ എൻഡ് കസ്റ്റമേഴ്സും ഉണ്ട്, അല്ലാതെ സെക്കൻഡ് കാറായിട്ട് ഉപയോഗിക്കുന്ന ഹൈ എൻഡ് കസ്റ്റമേഴ്സ്, അല്ലാതെ പോകുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി വരുന്നവർ മനസ്സിൽ ഉറപ്പിച്ചാണോ വരുന്നത്? ഏത് വേണം, അതോ ഇലക്ട്രിക് വേണോ, ഇതൊന്നൊരു സംശയത്തിൽ വരുന്നവരുണ്ടോ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ? കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. പക്ഷേ EVയിൽ നമ്മൾ ഡ്രൈവ്സും പ്രോഡക്റ്റും ഫീച്ചേഴ്സും ഹൈലൈറ്റ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുമ്പോഴാണ് കൂടുതലും കൺവേർഷൻസ് വരുന്നത്. അവർ ആ ബാറ്ററി എല്ലാവരും യൂസ്ഡ് അല്ല, എല്ലാവരും അത് ഒരു ഓടിച്ച് അതിൻ്റെതായ ഒരു ഫെമിലിയർ ഇത് വന്നിട്ടില്ല നോർമൽ കസ്റ്റമേഴ്സ്. അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഇതെല്ലാം കസ്റ്റമേഴ്സ് വളരെ അക്സെപ്റ്റഡ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. പിന്നെ നമ്മുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ പ്രോഡക്റ്റ് ആണ്. ഫീച്ചർ വൈസ് ആണെങ്കിൽ ഈവൻ ഹൈ എൻഡ് പ്രീമിയം വണ്ടിയിലുള്ളതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. എപ്പോഴും എല്ലാ വീഡിയോകളും നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ ഞെട്ടിക്കുന്ന ഫീച്ചേഴ്സും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ കൂടുതലും ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. വി ആസ് ഓട്ടോബാൻ ഗ്രൂപ്പ് ബേസിക്കലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റി ഓഫ് ഹാൻഡ്ലിംഗ് കസ്റ്റമേഴ്സ്, ഡെലിവറി, ആഫ്റ്റർ സെയിൽസ് എല്ലാം നമ്മൾ അത്രയും ഫ്രം ദ ഹൗസ് ഓഫ് നിപ്പോൺ ആണ്. ഓട്ടോമാൻ ആണ് നമ്മൾ കൂടുതലും നമ്മളെ സർവീസ് ഓറിയൻറ്റഡ് ആണ്. അവൈലബിലിറ്റി ആണെങ്കിലും നമുക്ക് വണ്ടിയുണ്ട്, സർവീസ് ഫെസിലിറ്റി ആണെങ്കിലും നമ്മളിപ്പോൾ ബാറ്റ്മാൻ FE3 അതൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മളൊരു 40+ കാർസ് ഡെലിവറി ചെയ്യുന്നുണ്ട് എവറി മന്ത്. ഇനീഷ്യൽ സ്റ്റേജ് ആണ്, തുടക്കത്തിൽ 3-4 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കുന്നത്? ഡെലിവറി നമ്മൾ ഒരേ ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനും ഒരേ കസ്റ്റമൈസ്ഡ് ഡെലിവറിയാണ് ചെയ്തത്. ഇപ്പോൾ ബാറ്റ്മാൻ ആണെങ്കിൽ നമ്മളൊരു ബാറ്റ്മാൻ രീതിയിലുള്ള ഇന്നിപ്പോൾ ഒരു ഡെലിവറി ഉണ്ട് അവിടെ. ബാറ്റ്മാൻ നമ്മളല്ല, അതിന് ഡെഡിക്കേറ്റഡ് നമ്മളൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാറ്റ്മാൻ ഡെലിവറി എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ് ഡെലിവറി ആയിട്ടാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മൾ FE3 ആണെങ്കിലും അതേ ലിമിറ്റഡ് എഡിഷൻ കാസിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഡെലിവറീസ് ആയിട്ടാണ് ചെയ്യുന്നത്. സാറിന് ബാറ്റ്മാൻ്റെ നമ്മൾ ഓൾറെഡി ഒരു ഡെലിവറി ഇൻസ്റ്റയിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത് അല്ലേ? ഇതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് ഓരോന്നും നമുക്ക് ഇതിൽ എൻഗ്രേവ് ചെയ്തെടുക്കാം. നമ്മുടെ ഓൺ നമ്മൾ മെഷീൻ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ഇതിൽ കാണാൻ പറ്റുന്നത്? നമുക്ക് ഇതിൽ നമുക്ക് നമ്മുടെ കോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഞ്ച് ചെയ്തെടുക്കാം.
ബാറ്റ്മാൻ്റെ എഡീഷനിൽ നമ്മൾ പഞ്ച് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ കീയിൽ നമ്മുടെ വണ്ടി നമ്പർ പഞ്ച് ചെയ്യാം, എൻഗ്രേവ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് മെഷീൻ നമ്മൾ ഓട്ടോമാൻ ഗ്രൂപ്പ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഓൺ ഇതാണ്. നമ്മൾ കൊടുക്കുന്ന കീകൾ അങ്ങനെ ചെയ്യാറുണ്ടോ അതോ നമ്മൾ ചെയ്ത് കൊടുക്കും. വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു കസ്റ്റമറുടെ ഇതുപോലെ ഇപ്പോൾ മകൻ്റെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊരു സ്പെഷ്യൽ ഡെലിവറി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഡെലിവറി എക്സ്പീരിയൻസ് ഹൗ ടു ഡിഫർ ഫ്രം അതേഴ്സ്. നോർമൽ ഒരു ഡെലിവറിയിൽ എന്ന് പറഞ്ഞ ഒരു കേക്ക് കട്ടി അങ്ങനെ പോകും. നമ്മൾ ഒരു പ്രീമിയം ലെവലിലാണ് എല്ലാം ചെയ്യുന്നത്. ഇതാണ് ഡെലിവറി ഏരിയ അല്ലേ? അവിടെയാണ് നമ്മുടെ ഡെലിവറി. അതാണ് ഇന്നിപ്പോൾ ബാറ്റ്മാൻ ഡെലിവറി ഉള്ളതുകൊണ്ടാണ് ആ സെറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ശരി ശരി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് അവിടെ ഡെലിവറി ടൈമൊന്നും ആയിട്ടില്ല, എങ്കിലും ഒരു എല്ലാം സെറ്റ് ചെയ്ത് വരുന്നു. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് മഹീന്ദ്രയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഇത് നമ്മൾ ഓട്ടോബാൻ ഗ്രൂപ്പ് മഹീന്ദ്ര ഫുൾ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. നമ്മളൊരു സംതിങ് ഡിഫറൻറ്റ് ഫ്രം അതേഴ്സ് എന്നുള്ളതാണ് ഓട്ടോബാൻ ഗ്രൂപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾ കസ്റ്റമർ എക്സ്പീരിയൻസിലാണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെയിൽസിലാണെങ്കിലും സർവീസിലാണെങ്കിലും ഫസ്റ്റ് തിങ്ക് ഓട്ടോബാൻ എന്നുള്ള രീതിയാണ്. മഹീന്ദ്രനെ കുറിച്ച് ചിന്തിച്ചാൽ ഫസ്റ്റ് ഓട്ടോബാൻ. എല്ലാ ബ്രാൻഡും അങ്ങനെ അങ്ങനെ ആ ഒരു ഇതിലോട്ടാണ് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതലും. കസ്റ്റമർ സർവീസ്, കസ്റ്റമർ ഓറിയന്റഡ് ആണ്. ഇനിയും ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഒരുപാട് പ്രോഗ്രാംസും ഡ്രൈവ് ഇവന്റ്സ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനെ വെച്ചിട്ടുള്ള. ഫ്യൂച്ചറിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോറൂം തന്നെയാണ്. അതുപോലെ നമ്മൾ ഇതിന് ശേഷം ഇപ്പോൾ സർവീസ് സെൻ്ററിലേക്കാണ് പോകുന്നത്. അത് മോശമാകാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും. അത് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഷോറൂമിൻ്റെ ആംബിയൻസ് മാത്രമല്ല, ഇതിൻ്റെ ഒരു ലൊക്കേഷൻ അല്ലേ? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ, ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഏത് വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചു വയ്ക്കണം. നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. വിളിച്ചിട്ട് വരിക, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യുക. ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് പരിഭ്രമിക്കും. കാരണം നല്ല ഗംഭീര EVകളും നല്ല ഗംഭീര PVകളും കിടക്കും. ഏത് വേണം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം മഹീന്ദ്രയുടെ EVകൾ ഓടിച്ചാൽ അതിലേക്കൊരു ചായ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ രാകേഷ് നിർത്തിക്കൊണ്ട് പറയല്ല. എന്തായാലും അങ്ങനെ ഒരു സാധ്യത തീർച്ചയായിട്ടും പുതിയ EVകളുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി സർവീസ് സെൻ്ററിലേക്ക് പോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മൾ ചേരാൻ നല്ലൊരു സർവീസ് സെൻ്ററിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരാളെ കൂടി പരിചയപ്പെടാൻ തോന്നി. ഇവിടുത്തെ കോർപ്പറേറ്റ് സെയിൽസ് കൈകാര്യം ചെയ്യുന്ന നിഖിൽ. നമസ്കാരം നിഖിൽ. എന്താണ് കോർപ്പറേറ്റ് സെയിൽസ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കോർപ്പറേറ്റ് സെയിൽസ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ്, അതുപോലെ ഗവൺമെന്റ് ഓർഡേഴ്സ്, ബൾക്ക് ഓർഡേഴ്സ്, ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ 2 months ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കുറച്ച് ഡീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പൈപ്പ് ലൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് സെയിൽസ് ഉദ്ദേശിക്കുന്നത്. എല്ലാം നമ്മുടെ B2B ക്ലയൻസ് ആയിരിക്കും. അതിനപ്പോൾ മിനിമം റിക്വയർമെന്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. നമുക്കിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മഹീന്ദ്ര ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ആ ആൾക്ക് കോർപ്പറേറ്റ് പോളിസീസും സ്കീംസ് ഒക്കെ ബാധകമാണെങ്കിൽ നമുക്ക് കോർപ്പറേറ്റ് ഇതിൽ വണ്ടി കൊടുക്കാൻ പറ്റും. സിംഗിൾ ആയിട്ടാണെങ്കിലും കൊടുക്കാൻ പറ്റും, ബൾക്ക് ആയിട്ടാണെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് മഹീന്ദ്ര ലിസ്റ്റ് ചെയ്ത കമ്പനിയാണോ എന്ന് അറിയാൻ എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? അതോ നിങ്ങളെ സമീപിച്ചാലേ അറിയാൻ പറ്റുള്ളൂ? അങ്ങനെയല്ല, നമുക്ക് എല്ലാ മാസവും മഹീന്ദ്രയിൽ നിന്ന് ഒരു ലിസ്റ്റ് അയച്ചു തരുന്നുണ്ട്. അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 1000-ഓളം കമ്പനികളുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് വെരിഫൈ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഓരോ കാറ്റഗറി വെച്ചിട്ട് Z കാറ്റഗറി, Y കാറ്റഗറി, B കാറ്റഗറി എന്നൊക്കെ പറഞ്ഞ് അവർ ഭാഗം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കസ്റ്റമറിന്റെ കമ്പനി നെയിം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് കസ്റ്റമറിന്റെ എംപ്ലോയി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ കമ്പനി നെയിം ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ആ ഒരു കമ്പനിക്ക് ചിലപ്പോൾ മഹീന്ദ്ര വെച്ചിരിക്കുന്ന കോർപ്പറേറ്റ് ഓഫേഴ്സ് വേറെ ഉണ്ടാവും. നമുക്കത് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിലധികം വാഹനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു വലിയ കമ്പനി ആണെങ്കിൽ കാര്യമായ ഡിസ്കൗണ്ടുകൾ കിട്ടും അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കമ്പനിയുടെ വക ഡിസ്കൗണ്ട് ഉണ്ടാവും. അതല്ലാണ്ട് പിന്നെ നമ്മൾ ഡീലർ ത്രൂ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഫ്ലീറ്റ് പർച്ചേസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ സ്കീമൊക്കെ കൊടുക്കാറുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസിംഗ് എല്ലാം കൂടി ചേർത്ത്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പോലെ അല്ലേ അത്ര അധികം ഒരുമിച്ചൊക്കെ എടുക്കുന്നത് അല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡീലർ ത്രൂ വരാറില്ല. അവർ ഡയറക്റ്റ് കമ്പനി ത്രൂ ആയിരിക്കും. കാരണം അവരിപ്പോൾ റീസെന്റ് നമ്മൾ കഴിഞ്ഞ ഒരു I think 2-3 months ബാക്ക് ഒരു 175 വണ്ടി കേരള ഗവൺമെന്റ് കൊടുത്തായിരുന്നു. അത് ബൊലേറോ വണ്ടി കൊടുത്തായിരുന്നു. അതൊക്കെ ഡയറക്റ്റ് കമ്പനി എന്നുള്ള പർച്ചേസ്, അത് ഡീലർ ത്രൂ വരില്ല. അപ്പം ഈ ഇവിടെ നമ്മളിപ്പോൾ എൻ്റെ കമ്പനി ഈ ഒരു സ്കീമിൽ വരുന്നതാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിക്കാൻ ഒരു നമ്പർ നമുക്ക് ഇപ്പോൾ വീഡിയോ കൊടുക്കാമല്ലോ? അല്ലേ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അല്ലാതെ തന്നെ നിങ്ങളുടെ കമ്പനികളിൽ അങ്ങനെ ഒരു നോട്ടീസ് ബോർഡിൽ കണ്ടേക്കാം അല്ലേ? അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഓട്ടോബാനിൽ കോർപ്പറേറ്റ് എൻക്വയറീസ് വരുമ്പോൾ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് എൻ്റെ അടുത്ത് വന്ന് സമീപിക്കാറുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം കോർപ്പറേറ്റ് എൻക്വയറികൾ വരുന്നത് പ്രധാനമായിട്ടും EVകൾക്കാണോ PVകൾക്കാണോ? കൂടുതലും PVക്കാണ് വരുന്നത്. EVയും വരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. PVകളിൽ മിക്കവാറും താറായിരിക്കും. അതെ, താറ് അല്ലെങ്കിൽ പിന്നെ 7XO അങ്ങനെയാണ് വരാറുള്ളത്. പിന്നെ 3XO കുറച്ച് വരാറുണ്ട്. EVയിൽ കൂടുതലും വന്നിരിക്കുന്നത് 9S-നും BE6-നാണ് എൻക്വയറി വന്നിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കമ്പനിയിൽ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വിളിച്ചു വയ്ക്കാൻ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇവിടെ സംസാരിക്കുക, എന്നിട്ട് വേണ്ട ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടെ ഞങ്ങൾ ഇനി സർവീസും കൂടി ഇത് കണ്ടിട്ട് പോകാൻ വെച്ചു. തീർച്ചയായും. താങ്ക് യു. അപ്പോൾ നമ്മൾ പാലാരിവട്ടത്ത് ഷോറൂമിൽ നിന്ന് സഞ്ചരിച്ച് ഇപ്പോൾ ചേരാനെല്ലൂർ ഓട്ടോവാൻ മഹീന്ദ്രയുടെ സർവീസ് സെൻ്ററിൽ വന്നിരിക്കുകയാണ്. വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് എൻ്റെ കൂടെ കൃഷ്ണകുമാറുണ്ട്, ഇവിടുത്തെ സർവീസ് മാനേജറാണ്. നമസ്കാരം. നാട് എവിടെയാണ്? എൻ്റെ നാട് പട്ടാമ്പി. അപ്പം ഇതിനു മുമ്പും ഓട്ടോമൊബൈൽ തന്നെയായിരുന്നു? ആണല്ലേ. ഇത് വളരെ വിപുലമായ സ്ഥലമാണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത്രയും സ്ഥലം ഞാൻ അത്ഭുതപ്പെടുന്നു. ഇത്തിരി ഉള്ളിലേക്ക് കയറിയിട്ടാണ് അല്ലേ? എന്താ സ്ഥലം കൃത്യം ചേരാനെല്ലൂർ തന്നെയാണോ? ഇത് ഈ സ്ഥലത്തിന് പറയുന്ന പേര് ചേരാനെല്ലൂർ. അപ്പം ഒന്ന് നടന്ന് കാണാം അല്ലേ? തീർച്ചയായിട്ടും. മഹീന്ദ്രയുടെ കേരളത്തിൽ എന്താ പറയുക, ഷെയർ അറിയണമെങ്കിൽ ഇവിടുത്തെ വണ്ടികൾ കിടക്കുന്ന കണ്ടാൽ മതി. എല്ലാ തരത്തിലുള്ള എല്ലാ മോഡലുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ EVകളും ഇവിടെ തന്നെയാണോ സർവീസ് ചെയ്യുന്നത്? അതെ, EV ഇവിടെ തന്നെയാണ്. പാസഞ്ചർ വെഹിക്കിൾ എല്ലാം ഇവിടെ സർവീസാണ്. നമ്മുടെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സർവീസ് ചെയ്യുന്നത് അമ്പാട്ടുകാവാണ്. അവിടെ എക്സ്ക്ലൂസീവ് ഷോറൂമും സർവീസും. ദേശത്ത് ഷോറൂം സർവീസ് സെന്റർ അമ്പാട്ടുകാവ്. ഈ EVകളുടെ കാര്യത്തിൽ എന്താണ് സർവീസ് വരാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെല്? ഇവിടെ സർവീസ് വരുന്നത്, ഫസ്റ്റ് സർവീസ് വരുന്നത് 2000 കിലോമീറ്റർ, പിന്നെ എവരി 10,000 കിലോമീറ്ററിലാണ്. 2000, 10,000, 20,000 അങ്ങനെയാണ് ആദ്യത്തെ 3 ഫ്രീ സർവീസ് വരുന്നത്. പിന്നെ എവരി 10,000 കിലോമീറ്ററിലാണ് നമുക്ക് പീരിയോഡിക് സർവീസ് ആയിട്ട് വരുന്നത്. പീരിയോഡിക് സർവീസിൽ നമുക്ക് അതിൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരുന്നത് AC ഫിൽറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ കൂളൻ്റ് റീപ്ലേസ്മെൻ്റ് ആണ് പിന്നീട് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അത് 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. 6 ഇയേഴ്സ്? യെസ്. പിന്നെ 6 ഇയേഴ്സ് അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ, അങ്ങനെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പം മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവായിരിക്കും. വളരെ കുറവ്. പിന്നെ വേറെ മെയിൻ്റനൻസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വരാറില്ല. എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് വരുന്നത്. അത് ഇനിഷ്യലി എല്ലാം വാറണ്ടിയിൽ കവേർഡ് ആവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് അഡീഷണൽ ആയിട്ട് ടൈം എടുക്കുന്നത്. അത് ഓൾറെഡി കസ്റ്റമറിന് മെസ്സേജ് ആയിട്ടോ മറ്റോ ഒക്കെ ഒരു അവയർനെസ്. അത് പക്ഷേ എക്സ്പെൻസ് ഉള്ള കാര്യമല്ലല്ലോ. അല്ലല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ വളരെ നേരത്തെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ സ്റ്റാഫൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്ന ഒരു സമയമായിട്ടുള്ളൂ. രാവിലെ 7:30 നമ്മളിവിടെ എത്തി. നമുക്ക് എത്ര ബേ ഉണ്ട് നമുക്കിവിടെ? 20 ബേ വർക്ക്ഷോപ്പാണ്. 20 ലിഫ്റ്റ് ഇൻസ്റ്റാൾഡ് വർക്ക്ഷോപ്പ് ബേ ആണ്. അപ്പോൾ നമ്മൾ ഈ നിപ്പോണിൻ്റെ മറ്റ് പല ബ്രാൻഡുകളുടെ സർവീസ് ഉണ്ടല്ലോ, എക്സ്പ്രസ് സർവീസ് ഒക്കെ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. ഈ 3 ബേ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിവിടെ 90 മിനിറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കൂടി കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ മാസം ബുക്കിംഗ് എടുത്ത 90% വെഹിക്കിൾസും നമുക്കതിൽ 90 മിനിറ്റ് സർവീസിൽ നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ 90 മിനിറ്റ് സർവീസ് എന്ന് പറയുന്നത് പീരിയോഡിക്കൽ സർവീസിനാണ് ഉദ്ദേശിക്കുന്നത്? യെസ്, തീർച്ചയായിട്ടും. പീരിയോഡിക് മെയിൻ്റനൻസ് സർവീസ്. ഇഫ് എന്തെങ്കിലും അഡീഷണൽ വർക്ക് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കസ്റ്റമറോട് അത് ഇൻഫോം ചെയ്ത് ആ ഒരു അഡീഷണൽ ടൈം എടുക്കുന്നതായിരിക്കും എന്നുള്ളത് മെസ്സേജ് ഇനിഷ്യലി തന്നെ കൊടുക്കും ബുക്ക് ചെയ്യുന്ന സമയത്തും. പിന്നെ ബേബി വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് അത് പറഞ്ഞ്, കസ്റ്റമർക്ക് ഇപ്പോൾ ആ വെയിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ നിയർ ബൈ എവിടെയെങ്കിലും ഡ്രോപ്പ് കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഓഫീസിലോ മറ്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു ഫെസിലിറ്റിയും കൂടി കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യും. അല്ല വേറെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ ഇവിടെ സെപ്പറേറ്റ് റൂം അവൈലബിൾ ആണ്, കോൺഫറൻസ് റൂം. അപ്പോൾ കസ്റ്റമറിന് ആ ഫെസിലിറ്റി ഉപയോഗിക്കാം. സർവീസ് ചെയ്യുന്ന സമയത്തേക്ക് കസ്റ്റമറിന് ആ ഓഫീസ് വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഫിനിഷ് ചെയ്യാനുള്ളതാണെങ്കിൽ ആ ഫെസിലിറ്റി ഞങ്ങൾ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടോ വണ്ടി? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. എത്ര ദൂരം വല്ലതും ഉണ്ട് ഇവിടെ? ഇല്ല, കിലോമീറ്റർ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ശരി. അതിപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവൈൽ ചെയ്യാവുന്ന കാര്യം. ഈ ചേരാനെല്ലൂരേക്ക് വരാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ എവിടെ നിന്നായാലും പിക്ക് ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ സർവീസ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. പണ്ട് തൊട്ടേ ഏതൊക്കെ ബ്രാൻഡ് എടുത്തോ ആ ബ്രാൻഡിൻ്റെ എല്ലാ സർവീസ്, ഇച്ചിരി ചീത്തപ്പേര് സർവീസിനുള്ള ബ്രാൻഡുകളൊക്കെ അതൊക്കെ നിപ്പോൺ അല്ലെങ്കിൽ ഓട്ടോവാൻ, രണ്ടും ഒരു മെയിൻ ഒരു കമ്പനിയുടെ കീഴിൽ തന്നെയാണ്. സർവീസിൻ്റെ കാര്യത്തിലാണ് എപ്പോഴും ആ ഒരു സൽപ്പേര് ഈ ഒരു ഗ്രൂപ്പിനുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇവിടെയും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ പലപ്പോഴും നമ്മൾ ഈ മാനുഫാക്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് സ്പെയർ പാർട്സ് കിട്ടാൻ താമസമൊക്കെ പല ബ്രാൻഡുകളുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. മഹീന്ദ്രയുടെ കാര്യത്തിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ? നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും പാർട്സ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോഡീലറുടെ അടുത്താണ് ആദ്യം നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ കോഡീലറുടെ അടുത്ത് ഇപ്പോൾ മഹീന്ദ്രയെ സംബന്ധിച്ച് ഒരു പരിധി വരെ നമുക്ക് കോഡീലറിൻ്റെ ഭാഗത്ത് തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്.
ഇൻ കേസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് VR ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പൂനെ ഓർഡർ പൂനെയിൽ നിന്നാണ് പാർട്സ് അറേഞ്ച് ആയിട്ട് വരുന്നത് നമുക്ക് ലഭ്യമാവാറുണ്ട്. അപ്പോൾ കസ്റ്റമറിന് ആ ഒരു ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടി കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ റെയർ കേസുകളാണ് അതിൽ നിന്നും എക്സീഡ് ആവാറുള്ളത്. അപ്പം ഈ ഒരു ചോദ്യം പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇപ്പം വേറെയും സർവീസ് സെൻറ്റേഴ്സ് കൂടെ ഉണ്ട് മഹീന്ദ്രയ്ക്ക്, എന്തിനാണ് ഞാൻ എൻ്റെ വണ്ടി ഓട്ടോബാനിൽ കൊണ്ടുവരുന്നത്? നമ്മൾ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസിനാണ്. കസ്റ്റമർ എക്സ്പീരിയൻസ് എങ്ങനെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഓരോ ദിവസം ഡിസ്കഷനിൽ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ്. മാനേജ്മെൻ്റ് ആണെങ്കിലും അപ്പോൾ അതിന് നമുക്ക് അഡീഷണൽ എന്തായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ 90 മിനിറ്റ്സ് ആണെങ്കിലും അതിനോടൊപ്പം കൊടുക്കുന്ന കസ്റ്റമറിന് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമറിന് എന്താണ് കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഓരോ ദിവസം ഓരോ കസ്റ്റമറുടെയും ഓരോ അഡ്വൈസ് ഫീഡ്ബാക്കുകളും എടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ മെച്ചപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കസ്റ്റമർ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത കസ്റ്റമർ കഴിഞ്ഞ മാസങ്ങളിലെ NPS സ്കോർ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. നമ്മൾ എല്ലാ മാസവും ഓൾമോസ്റ്റ് ഒരു 90 എബോ NPS സ്കോർ കസ്റ്റമർ പ്രൊമോട്ടർ സ്കോർ നമ്മൾ ഇതുവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ റിവ്യൂ കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സ് ആ രീതിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കസ്റ്റമർ അതിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര മാസം ഇത് തുടങ്ങിയിട്ട് ഈ സർവീസ് മാർച്ചിലല്ലേ? മാർച്ച് 15-നാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് ലോഞ്ചിങ് ഉണ്ടായിരുന്നത്. ഫെബ്രുവരിയിൽ ഒരു സോഫ്റ്റ് ലോഞ്ചിങ് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ തുടക്കം കുറിച്ചു. പിന്നെ മാർച്ച് 15 കൂടിയിട്ടാണ് നമ്മുടെ പാലാരിവട്ടത്തുള്ള ഷോറൂമും ഇതും കൂടിയിട്ട് ഒഫീഷ്യൽ ലോഞ്ചിങ് കഴിഞ്ഞു. നമുക്കിപ്പം വേറെ എവിടെയെങ്കിലും മഹീന്ദ്രയുടെ സർവീസ് സെൻ്റർ ഉണ്ടോ ഇപ്പം ഓട്ടോബാൻ ഗ്രൂപ്പിന്? ഓട്ടോബാൻ ഗ്രൂപ്പ് ഇപ്പോൾ അപ്കമിങ് പ്രൊജക്റ്റ് നമ്മൾ കോട്ടയം വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ചേരാന്ന് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നമ്മുടെ ബോഡി ഷോപ്പ്, എക്സ്ക്ലൂസീവ് ഒരു ബോഡി ഷോപ്പ് 20 ബൈ വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. കൊളീഷൻ റിപ്പയർ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ബോഡി ഷോപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അത് തുടങ്ങുന്നത്. പിന്നെ അപ്കമിങ് മൂവാറ്റുപുഴ, അതേമാതിരി തന്നെ അങ്കമാലി, അവിടെയൊക്കെ പ്ലാനിങ്ങിലുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എന്തൊക്കെയായാലും ഈ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം, അവിടെ ബാബുമൂപ്പൻ സാറാണ് അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാം വലുതായിരിക്കും. അദ്ദേഹം ചെയ്യുന്ന ഏത് കാര്യവും അല്ലേ, അത് ആ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ കാര്യം അദ്ദേഹം ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ കാര്യത്തിലും അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം വരും, ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവീസ് സെൻ്റർ വരും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈവൻ ഒരു സ്കൂട്ടറിൻ്റെ ഡീലർഷിപ്പ് പോലും ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് അദ്ദേഹം തുടങ്ങിയപ്പോൾ. അതാണ് ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ബോഡി ഷോപ്പാണോ? ബോഡി ഷോപ്പ് ഇവിടുന്ന് അങ്ങോട്ടാണ് അല്ലേ? ഇത് മറ്റേ 20 ബേകളിൽ ബാക്കി ഉള്ളതാണ്. യെസ്. നമുക്ക് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ സർവീസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 5 ബൈ വർക്ക്ഷോപ്പാണ് ബോഡി ഷോപ്പിന് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളെ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് എക്സ്ക്ലൂസീവ് ബോഡി ഷോപ്പ് വർക്ക്ഷോപ്പ്. അപ്പം ഈ ആക്സിഡന്റ് റിപ്പയർ ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ആക്സിഡന്റ് റിപ്പയറിന് പ്രധാനമായിട്ട് നമുക്ക് ഇൻഷുറൻസിന്റെ ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ വണ്ടിയുടെ ആക്സിഡന്റ് വണ്ടികളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ യെസ് ഇവിടെ തന്നെ നമ്മൾ ടൈപ്പ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ ഇൻറ്റിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കസ്റ്റമറിന് വേറെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതെങ്കിലും ഇവിടെ മഹീന്ദ്രയുടെ ഓണേഴ്സൊക്കെ ഇവിടെ തന്നെ വണ്ടി എത്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തന്നെ 10-20 വണ്ടി കണ്ടു അല്ലേ, ഇഷ്ടംപോലെ വണ്ടികൾ. യെസ്. പിന്നെ നമ്മളെ ബോഡി ഷോപ്പിൽ നമ്മുടെ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. കാറോ ലൈനർ, കൊളീഷൻ റിപ്പയർ മെഷീൻ, അതേമാതിരി തന്നെ നമ്മുടെ മിഗ് വെൽഡിങ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും, പിന്നെ പെയിന്റ് ബൂത്ത് കാര്യങ്ങളെല്ലാം. അതൊക്കെ ഏറ്റവും വേൾഡ് ക്ലാസ് തന്നെ ആയിരിക്കും നിപ്പോൺ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ, അതിന് സംശയമില്ല. അപ്പോൾ ഇത്രയും ഫെസിലിറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഷിങ്ങിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. അതെ. എം സ്പാ. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഉണ്ട്, പോളിഷിങ്, ഡീറ്റെയിലിംഗ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. യെസ്. അപ്പോൾ കാർ വാഷ് ഏരിയ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഓട്ടോമാറ്റിക് വാഷിംഗ് ആണല്ലേ? യെസ്. കൈ തുറണ്ട? വേണ്ട. അത് ശരി. അപ്പോൾ അതിൽ നിന്ന് സോപ്പും സാധനം എല്ലാം വന്ന് അണ്ടർ ബോഡി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാർ അണ്ടർ ബോഡിയും ഓട്ടോമാറ്റിക്. അതെ. ശരി. അതിനുശേഷം അവിടെ വൈപ്പ് ചെയ്യും അല്ലേ? അവിടെ തുടച്ച് വൃത്തിയാക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ പറഞ്ഞ സ്പേസ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ സർവീസ് സെൻ്റർ ചെല്ലുമ്പോൾ വളരെ ഇടിച്ചു തള്ളി ആയിരിക്കും. ഇവിടെ എല്ലാത്തിനും ഇഷ്ടം പോലെ സ്പേസ് ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഡീറ്റെയിലിങ്ങിന് വേണമെങ്കിൽ എം സ്പാ എന്ന് പറഞ്ഞിട്ട് അവിടെ എം സ്പാ ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിലിംഗ്, പൊതുവെ ഡീറ്റെയിലിംഗ് സെൻറ്റേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടോ? എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഗ്രാഫൈൻ കോട്ടിങ്, അതേമാതിരി തന്നെ നമ്മുടെ ടെഫ്ലോൺ കോട്ടിങ്, പിന്നെ PPF കോട്ടിങ്, അതേമാതിരി ബാക്കി ഇൻറ്റീരിയൽ ഷാംപൂ വാഷിംഗ്, ബോഡി പോളിഷിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. എക്സ്ക്ലൂസീവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മഹീന്ദ്രയുടെ തന്നെ പോളിഷിംഗ് പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. എം സ്പാ എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് വാറണ്ടി എല്ലാം ഉണ്ടാകും. ഈ പൊതുവെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കട്ടോ, സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്?
സർ സർവീസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം ഈക്വൽ തന്നെയാണ്. ഒരു കൂടുതൽ ചാർജ് എന്ന് പറയാനുള്ള ഇതൊന്നുമില്ല. മെയിൻ്റെനൻസ് കോസ്റ്റ് ആണെങ്കിലും പിന്നെ റിപ്പയറിൻ്റെ ഇൻ്റർവെല്ല് കൂടുതൽ ഡ്യൂറേഷൻ നിൽക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ബ്രേക്ക് പാഡിൻ്റെയും മറ്റുമൊക്കെ തന്നെ ഡ്യൂറേഷൻ കൂടുതൽ നിലനിൽക്കും. അപ്പോൾ കസ്റ്റമറിന് അതൊരു ബെനിഫിറ്റാണ്. എന്തായാലും ഇവിടെ ഈ ഒരു മിക്സാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ EV വിപ്ലവം വന്നോ എന്ന് സംശയിക്കുന്നവർക്ക് ഇവിടെയൊക്കെ വന്നാൽ മതി. ഇതേ അല്ല, ഒരു 3-1 വണ്ടി EV ആയി. തീർച്ചയായിട്ടും. അത് ഇത്രയും ഗംഭീര സാധനങ്ങളൊക്കെ അല്ലേ. മഹീന്ദ്രയുടെയൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും EV മനുഷ്യന് കൂടുതൽ താല്പര്യം വന്നു തുടങ്ങിയത്. ഡെയിലി ഞങ്ങളിപ്പോൾ ഒരു 5 to 10 വെഹിക്കിൾസിൻ്റെ ഉള്ളിൽ നമ്മൾ EV ഇപ്പോൾ സർവീസിന് റിസീവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലാണ് പിന്നീട് കസ്റ്റമറിന് അതിൽ അഡീഷണൽ ആയിട്ട് ടൈം എടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ കസ്റ്റമറിന് മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്ന് തന്നെ മെസ്സേജ് ഫസ്റ്റ് കിട്ടും, ഇങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സർവീസിൽ അപ്ലിക്കബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ കസ്റ്റമറിനോട് നമ്മൾ ആ ഒരു കാര്യം അഡീഷണൽ ടൈമിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇനിഷ്യലി നമ്മൾ വണ്ടി റിസീവ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു അഡീഷണൽ ടൈം ആവശ്യമാണ് എന്നുള്ള രീതിക്കാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അല്ലാതെ ഓവർ ദെയർ അല്ല എല്ലാം അല്ലേ? അല്ല, ഇവിടെ പറയണം. അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം ഈ ഒരു സർവീസ് ഏരിയ ആണ്. ഇനി ഇവിടെ മിക്കവാറും നല്ലൊരു ലോഞ്ചൊക്കെ സാധ്യതയുണ്ടല്ലോ, കസ്റ്റമർ ലോഞ്ചൊക്കെ അല്ലേ? യെസ് തീർച്ചയായിട്ടും. അതുകൂടെ കാണാം, അതുകൂടെ തന്നെ പോകാം അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ സർവീസ് ഏരിയയിൽ നിന്നും റിസപ്ഷൻ ഏരിയയിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾ വാഹനമായിട്ട് വരുമ്പോൾ ഇവിടെയാണ് ആദ്യം വരുന്നത്. അവിടെ റിസപ്ഷൻ, ഇവിടെയൊക്കെ സർവീസ് അഡ്വൈസേഴ്സ് ഒക്കെ ആയിരിക്കും അല്ലേ? ആയിരിക്കുന്നു. പിന്നെ ലോഞ്ച് ഇവിടെയാണ്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി 90 മിനിറ്റ്സ് സർവീസ് കിട്ടണമെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി അല്ലേ? അതെ തീർച്ചയായിട്ടും. ഇത് ബോഡി ഷോപ്പ് ടീം സീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഷോപ്പിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം, പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കസ്റ്റമർ ചെയ്യുന്നത്. ഇവിടെ എല്ലാ CRMസിൻ്റെയും പടവും നമ്പരും എല്ലാം കൊടുത്തിട്ടുണ്ട്. യെസ് സർ, നമ്മുടെ VP സാർ വരെയുള്ള എസ്കലേഷൻ കാര്യങ്ങളെല്ലാം, നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കസ്റ്റമറിന് എന്തെങ്കിലും കൺസേണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് എസ്കലേറ്റ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ടുള്ള നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കുറച്ച് ആക്സസറീസ് ഉണ്ട് അല്ലേ? യെസ് സർ. ആക്സസറീസ് ജസ്റ്റ് ഇത് ഡിസ്പ്ലേ മാത്രമാണ്. നമ്മുടെ അടുത്ത് ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇപ്പോൾ അലോയ് വീലോ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പെർഫ്യൂമുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ജെനുവിൻ മഹീന്ദ്ര. യെസ്, എല്ലാം ജെനുവിൻ. എങ്കിലും എനിക്കൊന്ന് അധികവും ഇത് മറ്റേ ഷോറൂമിലാണ് കൂടുതൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നത് അല്ലേ? സർവീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നമ്മൾ സർവീസ് ടീമായിട്ട് ക്ലബ് ചെയ്തിട്ട് തന്നെയാണ് എന്തെങ്കിലും മെറ്റീരിയലോ മറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പാർട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ കൗതുകമുള്ള സാധനം കേട്ടോ, മഹീന്ദ്രയുടെ വാക്യൂം ക്ലീനർ അല്ലേ? യെസ് അതുണ്ട്. പിന്നെ അത്യാവശ്യം പോളിഷിങ്ങിൻ്റെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ലോഞ്ചിൽ കൂടി കയറാം അല്ലേ? അപ്പോൾ ഇതാണ് ലോഞ്ച്, കസ്റ്റമർ ലോഞ്ച്. അത് നല്ല ഭംഗിയായി TV അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ സർവീസ് സെൻറ്റേഴ്സ്, ഇപ്പം ആധുനികമായ പുതിയ കാലത്ത് കുറേ നല്ല സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, എങ്കിൽ പോലും ഇത്രയും സ്പേസ് അധികം അങ്ങനെ കാണാറില്ല. ഇത്രയും ശ്വാസം വിടാവുന്ന സ്ഥലമുള്ള സർവീസ് സെൻറ്റേഴ്സ് കുറവാണ്. അങ്ങനെ ഞാൻ പറയാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം മഹീന്ദ്രയുടെ വാഹനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് വാഹനങ്ങളൊക്കെയാണ്. അപ്പം സർവീസിന് അതുപോലെ ആയിരിക്കും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇവിടെ ഒരു ശ്വാസം മുട്ടലില്ലാത്ത രീതിയിൽ ഇഷ്ടം പോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പുതിയ സർവീസ് സെൻ്ററാണ്, മാർച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ മഹീന്ദ്ര വാഹനമാണെങ്കിൽ ഇവിടെ ആരെയാണ് വിളിക്കേണ്ടത്, നിങ്ങൾക്ക് അവിടെ എങ്ങനെ വിളിച്ച് സർവീസ് ബുക്ക് ചെയ്യാം, അതിനൊക്കെ വേണ്ടിയുള്ള നമ്പരും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, ഇത് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ സ്ഥാപനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പരാതിയും ഇല്ലാത്ത സർവീസ് ഉറപ്പുവരുത്താൻ സാധിക്കും. അത് ഒരു തവണ ഇവിടെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. നിങ്ങളത് മുമ്പ് ടൊയോട്ട തൊട്ട് തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ എന്തായാലും ഷുമാറെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. വെൽക്കം സർ.